ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മൂന്നാർ എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ വിചാരിക്കാറുണ്ട് നമുക്ക് എന്നാ ഈ പറക്കാടൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളത്. പലരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പറക്കാടിനെ. അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന് ഇന്നാണ് ആ ദിവസം. പറക്കാട്ടത്തെ നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം രാത്രിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോന്നു. ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. പല വീഡിയോസും റെഫറൻസ് ആക്കി എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് പുറത്തും നമ്മളൊന്നും കഴിച്ചില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെന്തായാലും തെറ്റിയില്ല. ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുകയായിരിക്കും നല്ലത്. എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ ബഫറ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡും അവരുണ്ടാക്കി തരും. ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബഫറ്റ് ആയിരുന്നില്ല. ഞങ്ങൾ പക്ഷേ ബഫറ്റ് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരാൾക്ക് 750 രൂപയായിരുന്നു ബഫറ്റിന് ഉണ്ടായിരുന്നത്. അതിനുള്ള എല്ലാ വെറൈറ്റി ഫുഡ്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്സും പല വെറൈറ്റി മെയിൻ കോഴ്സസും ഡിസേർട്ട്സും പിന്നെ പല തരം ഫ്രൂട്ട്സും പിന്നെ പണ്ടത്തെ മിഠായികളില്ലേ അതും എല്ലാം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റൂമൊന്ന് കണ്ടാലോ. റൂമിൻ്റെ പുറത്ത് തന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ എടുത്തിരുന്നത് ക്ലാസിക് ഡബിൾ റൂമായിരുന്നു കേട്ടോ. അതിന് നമുക്ക് 8800 സംതിങ് ആണ് വന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് സമയമില്ലാത്തതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതിൽ റൂം ചിലപ്പോൾ കുറച്ച് അലങ്കോലായ പോലെ തോന്നും. കാരണം ഞങ്ങൾ പോരാൻ നേരത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. ഒരു സാധാ റൂമും ബാത്റൂമും അത്രേ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ കോംപ്ലിമെൻ്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ വെറൈറ്റി ഉണ്ടായിരുന്നു. മെയിനായിട്ട് സാൻഡ്വിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇഡ്ഡലി, ദോശ, പിടി, ചിക്കൻ. അത് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനേക്കാളും കുറച്ചുകൂടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചില പ്ലേറ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാലിയായിട്ട് കാണാൻ പറ്റും. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഞാൻ എൻ്റെ വിശപ്പടക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അവരപ്പോൾ അത് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പറക്കാട് നിൽക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹം സാധിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക്